ഹായ്, പാർക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് കണ്ണുകളുടെ സമ്മർദ്ദത്തെ ലഘൂകരിക്കുന്നതിന് കണ്ണുകൾക്കുണ്ടാകുന്ന രണ്ടാമത്തെ യോഗ അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ണുകളുടെ എക്സസൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണുകൾക്കുണ്ടാകുന്ന ഒരു യോഗ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രണ്ടാമത്തെ യോഗയായ നാസാഗ്ര ദൃഷ്ടി, അതായത് കണ്ണുകൾക്കുണ്ടാകുന്ന സമ്മർദ്ദത്തെ ലഘൂകരിക്കുന്നതിന് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ എക്സസൈസ് ആണ്. ഇത് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെയും മൊബൈലിന്റെയും ഉപയോഗം ഇന്ന് അമിതമായി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ കണ്ണുകളെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ്. കണ്ണുകൾക്കുണ്ടാകുന്ന ഈ സമ്മർദ്ദത്തെ ആയാസകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കണ്ണുകൾക്ക് ഇത്രയേറെ ദോഷം നമ്മൾക്ക് സംഭവിക്കുന്നത്. അതായത് മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും തുടർച്ചയായി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയും അതിന്റെ പ്രവർത്തനം നമ്മൾ അതിലൂടെ തന്നെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ണുകളെയും അവയെ ചലിപ്പിക്കുന്ന പേശികൾക്കും പ്രവർത്തനക്ഷമതയ്ക്ക് വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അതിനെ ലഘൂകരിക്കുന്നതിന്, കണ്ണുകളുടെ ആയാസം കുറയ്ക്കുന്നതിനും സമ്മർദ്ദത്തെ ഇല്ലായ്മയിലേക്ക് മാറ്റുന്നതിനും കണ്ണുകളെയും അവയെ ചലിപ്പിക്കുന്ന പേശികളെയും പ്രവർത്തനക്ഷമത കൂട്ടിക്കൊണ്ടുവരുന്നതിനും തരുന്ന രണ്ടാമത്തെ യോഗയാണ് നാസാഗ്ര ദൃഷ്ടി. ഇതിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. നമ്മൾ ഈ നാസാഗ്ര ദൃഷ്ടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു മാറ്റിലേക്ക് ഈ സുഖാസനത്തിലിരിക്കുക. ഇങ്ങനെ നമ്മളെ സുഖാസനത്തിലിരുന്ന് ഒരു 10 സെക്കൻഡിൽ ഒരു 15 സെക്കൻഡ് സമയം നമ്മൾ ശ്വാസത്തെ ഉള്ളിലേക്കും പുറത്തേക്കും ആയാസകരമല്ലാത്ത രീതിയിൽ എടുത്ത്, വളരെ ലളിതമായ രീതിയിൽ എടുത്ത് നമ്മളുടെ മനസ്സിനെ ശാന്തതയിലേക്ക് ആദ്യം കൊണ്ടുവരിക. മനസ്സിനെ ശാന്തതയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മളുടെ രണ്ട് കണ്ണുകളും നമ്മളുടെ മൂക്കിന്റെ ഈ അറ്റ ഭാഗത്തേക്ക് കണ്ണുകളുടെ ദൃഷ്ടിയെ പായിച്ചുകൊണ്ട് ഒരു 10 സെക്കൻഡ് നമ്മൾ അനങ്ങാതെ അതിലേക്ക് തന്നെ, മൂക്കിന്റെ അറ്റ ഭാഗത്തേക്ക് തന്നെ കണ്ണുകളുടെ ദൃഷ്ടിയെ പായിച്ച് അനങ്ങാതെ ഇരിക്കുക. അതിനുശേഷം 10 സെക്കൻഡ് കണ്ണുകൾക്ക് കംപ്ലീറ്റ് റിലാക്സേഷൻ, കംപ്ലീറ്റ് വിശ്രമം കൊടുക്കുക. കണ്ണുകൾ അടച്ച് കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കുക. അതിനുശേഷം വീണ്ടും 10 സെക്കൻഡ് വീണ്ടും ചെയ്യുക. ഇത് ഒരു 5 പ്രാവശ്യം നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. 5 പ്രാവശ്യവും ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടല്ല, ഓരോ 10 സെക്കൻഡ് ചെയ്തിട്ടും ഓരോ 10 സെക്കൻഡ് കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കുക. വീണ്ടും 10 സെക്കൻഡ് ചെയ്തിട്ട് കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കുക. ഇങ്ങനെ 5 പ്രാവശ്യം നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ കണ്ണുകളുടെ സംരക്ഷണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇന്ന് കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിക്കാത്തവരായി ആരും തന്നെയില്ല. അപ്പൊ കണ്ണുകൾക്ക് അമിതമായിട്ടുള്ള സമ്മർദ്ദമാണ് നമ്മളുടെ കണ്ണുകളുടെ പേശികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തിക്ക് കുറവ് സംഭവിക്കുവാനും കണ്ണുകൾക്ക് പെയിൻ ഉണ്ടാകാനും തലയ്ക്ക് വേദനയുണ്ടാക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സംഭവത്തിലേക്ക് കടന്നു പോകും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടുന്നതിന്, കണ്ണുകളുടെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മളുടെ കണ്ണുകളിലെയും അവയെ ചലിപ്പിക്കുന്ന പേശികളെയും പ്രവർത്തനക്ഷമതയിലേക്ക് കൊണ്ടുവരുന്നതിന് കണ്ണുകൾക്ക് വേണ്ടിയുള്ള യോഗയാണ്, കണ്ണുകൾക്ക് വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള എക്സസൈസ് ആണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന നാസാഗ്ര ദൃഷ്ടി. ഇത് നന്നായി ചെയ്യുക. ഇത് ഒരു 5 പ്രാവശ്യം ചെയ്യണം. അതിനുശേഷം നമ്മൾക്ക് ഒരു 7 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണുകൾക്ക് മറ്റൊരു എക്സസൈസ് ഇട്ടിരുന്നു. അതായത് നമ്മൾ കൈകൾ നേരെ മുന്നിലേക്ക് പിടിച്ചിട്ട് കൈകളുടെ കൈ ചുരുട്ടി പിടിക്കുക, കൈകളുടെ മുഷ്ടി. അതിനുശേഷം നമ്മുടെ കയ്യിലെ തമ്പ് വിരലിന്റെ നഖത്തിലേക്ക് നമ്മൾ ഇങ്ങനെ മാക്സിമം നമ്മൾ കൈകളെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി തലയും കഴുത്തും ശരീരവും അനക്കാത്ത രീതിയിൽ കണ്ണുകളുടെ ദൃഷ്ടി മാത്രം ആ നഖത്തിലേക്ക് നോക്കി ഇങ്ങനെ കൊണ്ടുപോയി മാക്സിമം കൈ എത്ര ഉയരത്തിലേക്ക് കൊണ്ടുപോകും അത്ര ഉയരത്തിലേക്ക് നമ്മളുടെ കണ്ണുകളുടെ ദൃഷ്ടിയെ പായിക്കുക. ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് വലത് സൈഡിലെ കൈയാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ വലത് സൈഡിലേക്ക് നമ്മളുടെ കൈകൾ കൊണ്ടുപോകുന്നതോടൊപ്പം നമ്മളുടെ കണ്ണുകളുടെ 2 കണ്ണുകളും ഈ നഖത്തെ ഈ കൈയുടെ വലത് കൈ അല്ലെങ്കിൽ ഏത് കൈയാണോ ആ കൈയുടെ സൈഡിലെ തള്ളവിരലിന്റെ നഖത്തിലെ മുകൾ ഭാഗത്തേക്ക് നോക്കുക. ഈ സമയം നമ്മളുടെ തലയോ കഴുത്തോ അനങ്ങാത്ത രീതിയിലോ ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത്. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മളുടെ കൈ താഴെ ഇടുമ്പോഴും ദൃഷ്ടി അവിടെ തന്നെ ഇരിക്കുക. അടുത്ത കൈ എടുക്കുന്ന സമയം ഇതേപോലെ തന്നെ കൈകളെ നഖത്തിന്റെ കൈകൾ ചുരുട്ടി, കൈയുടെ മുഷ്ടി ചുരുട്ടി, കൈയുടെ തള്ളവിരൽ നേരെ ഉയർത്തി തള്ളവിരലിന്റെ നഖത്തിലേക്ക് കണ്ണുകളെ പായിച്ചുകൊണ്ട് ഏത് കൈയാണോ ആ കൈയുടെ സൈഡിലേക്ക് കൈകളെ കൊണ്ടുപോവുക, ഷോൾഡർ ലെവലിൽ. ഒപ്പം നമ്മളുടെ കണ്ണുകൾ ആ കൈയുടെ തള്ളവിരലിലെ നഖത്തിനെ പിന്തുടരുക. ഇപ്പോൾ യാതൊരു കാരണവശാലും നമ്മളുടെ ശരീരമോ കഴുത്തോ തലയോ അനങ്ങാൻ പാടുള്ളതല്ല. ഇത് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ട്
ഇതാണ് ആദ്യം ചെയ്ത എക്സസൈസ്. രണ്ടാമത്തെ എക്സസൈസ് ആണ് നാസാഗ്ര ദൃഷ്ടി മൂക്കിന്റെ അറ്റഭാഗത്തേക്ക് ചെയ്യുന്നത്. ഈ 2 എക്സസൈസ് നല്ല രീതിയിൽ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമ്മളുടെ കണ്ണിന്റെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനക്ഷമത കാഴ്ചവെക്കുവാനായിട്ട്, പ്രവർത്തനക്ഷമത ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ, മൊബൈല് എന്നിവയുടെ ലാപ്ടോപ്പ് എന്നിവയുടെ ഉപയോഗത്തിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കുന്നത് ഈ 2 എക്സസൈസ്, നിരവധി എക്സസൈസ് ആണ്. അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ മറ്റു എക്സസൈസുകളുമായി വരുന്നതാണ്. അതുവരെ ഈ 2 എക്സസൈസ് നന്നായി ചെയ്യുവാൻ എല്ലാവരും ശ്രമിക്കണം, നന്നായി ചെയ്യണം. ഒരിക്കൽ കൂടി പാർക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട്, എൻ്റെ മീഡിയയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട്, എല്ലാവിധ സ്നേഹ ആശംസകളും നൽകിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ പൂർണ്ണമാക്കുന്നു.